രണ്ടാം വരവിൽ എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും മമ്മൂക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്? ഇത് ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു പുതിയ സിനിമയല്ല വരുന്നത്. അന്ന് കണ്ട അതേ സിനിമ കുറച്ചുകൂടെ തെളിച്ചവും കുറച്ചുകൂടെ ഭംഗിയുള്ള ശബ്ദ സൗകുമാര്യമുള്ള, അല്ലെങ്കിൽ ആ ശബ്ദങ്ങൾ തന്നെയാണ്, പക്ഷെ അതുകൂടെ കുറച്ചുകൂടെ സ്ഫുടവും ഡിജിറ്റൈസ് ചെയ്ത ഒരു കുറച്ചുകൂടെ തെളിച്ചമുള്ള കാഴ്ചകളുമായിട്ട് വരുന്നതാണ് ഈ 4K അറ്റ്മോസ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അതിനകത്ത് ഒരു ഷോട്ടോ എക്സ്ട്രാ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടോ കാണിച്ചിട്ടില്ല. പണ്ട് കണ്ട സിനിമ തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പൊ കാണുമ്പോൾ ഒരു പുതിയ സിനിമ കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വീണ്ടും ഈ സിനിമ വരുന്നത്, ഇപ്പൊ നമുക്ക് സിനിമ റിലീസ് എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ പുതിയ കാര്യമല്ല. പക്ഷെ വടക്കൻ വീരഗാഥയെ സംബന്ധിച്ചിടത്തോളം റിലീസ് എന്ന് പറയുന്നത് ഈ സിനിമയോട് കാണിക്കുന്ന ഒരു ബഹുമതിയാണ്, ഒരു ബഹുമാനമാണ്, ഒരു അംഗീകാരം. അതെ, കാരണം ഇത്രയും കാലത്തെ നമ്മുടെ സിനിമകളിൽ എണ്ണപ്പെട്ട ഒരു സിനിമ, അതും അതിൻ്റെ ഒരു പുനർവായന പോലുമല്ല, അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് കാണുന്ന ആ സിനിമയെ ഓർക്കലാണ്, ആ സിനിമയെ സ്മരിക്കലാണ്. അത് നമ്മുടെ സിനിമാസ്വാദകരുടെ ഒരു നന്ദി പ്രകടനമാണ്. ആ സിനിമയെ നമ്മുടെ ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ വീണ്ടും ഒരിക്കൽ നമ്മളെ കാണാൻ വരുന്ന പോലെ വളരെ പുതുമയോടെ, സന്തോഷത്തോടെ, എന്താ പറയാ, ഉത്സാഹത്തോടുകൂടി, കൗതുകത്തോടു കൂടി നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു വ്യക്തിയാണ്. സിനിമയെ വ്യക്തിയായിട്ട് കണ്ടാൽ അതെ, വടക്കൻ വീരഗാഥ, അതെ, അതൊരു നാഴികക്കല്ലാണ്. അപ്പൊ അതിനോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ടാണ് ഈ സിനിമ രണ്ടാമത് വരുന്നത്.